പ്രണയകാലം പാർട്ട് 6. മുന്നിൽ നിൽക്കുന്നവനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പതുക്കെ നടന്നു തുടങ്ങി. കൂടെ അവനും. ഇന്ന് നേരത്തെ കഴിഞ്ഞു നിന്റെ ജോലി? മറുപടിയായി കല്ലു ഒന്ന് മൂളി. കാശിക്കുന്ന ഓട്ടമൊന്നുമില്ലേ? അവളെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള വരവാണ്. പെങ്ങളെ കെട്ടിച്ചു വിട്ടത് മുതൽ അമ്മ വീട്ടിൽ തനിച്ചാ. അതുകൊണ്ട് ദൂരം വഴിക്കുള്ള ഓട്ടമൊക്കെ ഒന്ന് കുറച്ചു. കാശി മറുപടി പറഞ്ഞു. അവൾ പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല. ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കുറുകെ വരുന്നവരുടെ നോട്ടം തങ്ങളിൽ പതിയുന്നുണ്ടോ എന്ന് ചികയുകയായിരുന്നു കല്യാണി അന്നേരം. അവൾക്കെന്തോ എപ്പോഴും പേടിയാണ്. ഒന്നിച്ച് അവൻ്റെ ഒപ്പം നടക്കുമ്പോഴെല്ലാം ഈ പേടി വരും. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓടി വന്ന് സംസാരിക്കും കാശി. കൂടെ പഠിച്ചവരിൽ തന്നെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും അവൻ മാത്രമാണ്. ഇടയ്ക്കൊക്കെ ചെറുതായി അവഗണിച്ച് നോക്കിയിട്ടുണ്ട് കാശിയെ. രാഘവൻ ചേട്ടൻ്റെ ചായക്കടയിലെ പരദൂഷണങ്ങൾക്കിടയിൽ താനും കാശിയും പെട്ടുപോകണ്ട എന്ന ചിന്തയിൽ. നാട്ടുകാർക്ക് കഥ മെനഞ്ഞെടുക്കാൻ എളുപ്പമാണ്. ആ കഥകളുടെ കുരുക്കഴിച്ചു പുറത്തു ചാടാൻ എളുപ്പമായിരിക്കില്ല. നുണ പരക്കുന്നത് പോലെ സത്യം പരക്കില്ല. സത്യം ഇഴഞ്ഞു തന്നെ ആളുകൾ അറിയൂ. ചിലപ്പോൾ ഒരു ആയുഷ്കാലം പോരാതെ വരും സത്യം തിരിച്ചറിയാൻ. മൗനം തളം കെട്ടി നിന്നു. രണ്ടുപേരും വാക്കുകൾക്ക് പരുതി. എന്നാൽ ഞാൻ പൊക്കോട്ടെ കല്ലു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണട്ടോ. അവനൊന്ന് പുഞ്ചിരിച്ചു. സമ്മതമാണെന്നർത്ഥത്തിൽ അവളൊന്ന് കണ്ണു ചിമ്മി. ആ നല്ല ആള് തന്നെ. ഈ തലയാട്ടൽ മാത്രമേ ഉള്ളൂ. നിനക്കെന്നൊരു നല്ല സുഹൃത്തായെങ്കിലും കണ്ടൂടെ കല്ലു? അവൻ ആർദ്രമായി അവളെ നോക്കി. കല്ലു പെട്ടെന്ന് മുഖം താഴ്ത്തിക്കളഞ്ഞു. എന്താണ് അവൻ തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? സൗഹൃദം തന്നെയാണോ? വിവേചിച്ചറിയാൻ പറ്റാത്ത മറ്റെന്തോ ആ കണ്ണിൽ അലയടിക്കുന്നുണ്ട്. തൽക്കാലം അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കും അവനും. ഒരക്ഷരം മിണ്ടാതെ മുന്നോട്ട് നടക്കുമ്പോൾ അവൾ അറിയുന്നുണ്ടായിരുന്നു എപ്പോഴോ തന്നെ വിട്ടകലുന്ന അവൻ്റെ കാലൊച്ചകൾ. ആനന്ദിൻ്റെ വീടെത്തിയപ്പോൾ അതിനു മുന്നിൽ അവൾ പകച്ചു നിന്നു. ഗേറ്റ് തുറന്ന് അകത്ത് കയറുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ഭയം തോന്നി. സാധാരണ ആളെ വിട്ട് പലിശ വെടിപ്പിക്കുകയാണ് പതിവ്. പക്ഷെ കഴിഞ്ഞ 2 വട്ടം അടവ് തെറ്റിയപ്പോൾ പറഞ്ഞിരുന്നു ഇനി വീട്ടിലോട്ട് ഒരു വരവുണ്ടാവില്ലെന്ന്, നേരിട്ട് വന്ന് തരണമെന്ന്. കല്ലു ഒന്ന് ശ്വാസം വലിച്ചെടുത്തു. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കടക്കാൻ തന്നെ തീരുമാനിച്ചു. അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും. ഒന്നുമില്ലെങ്കിലും എന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുത്താതെങ്കിലും ഇരുന്നൂടെ? അച്ഛൻ്റെ കയ്യിലെങ്ങാനും പണം കൊടുത്താൽ പിന്നെ അത് ആവശ്യമുള്ള സ്ഥലത്തെത്തില്ല. ചിലവാക്കാനുള്ളതൊക്കെ ചിലവാക്കി അച്ഛൻ ദേശം ചുറ്റാനിറങ്ങും. അച്ഛൻ തീർത്തു വച്ച ചുഴിയിൽ ഞാൻ പിന്നെ നിന്ന് ഉലയണം. ബാധ്യതകൾ തീർത്ത് ഒരുവിധം നിവർന്ന് നിൽക്കാനാവുമ്പോഴേക്കും അച്ഛൻ ദേശം ചുറ്റി തിരിച്ചെത്തും അടുത്ത ചുഴി തീർക്കാൻ, അതിലേക്ക് സ്വന്തം മകളെ തള്ളിവിടാൻ. പതിയെ ഗേറ്റ് തുറന്നുള്ളിൽ കയറി. മുറ്റത്ത് കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന കറുത്ത നിറമുള്ള നായ അവൾക്ക് നേരെ നിർത്താതെ കുരച്ചു തുടങ്ങി. കല്ലു ഞെട്ടി 2 അടി മാറി നിന്നു. അതിൻ്റെ കണ്ണുകളും കൂർത്ത പല്ലുകളും അവളെ ഭയപ്പെടുത്തി. അവൾ മുന്നോട്ട് നടക്കുന്തോറും അത് കൂട്ടിൽ നിന്നും ചാടാൻ പരാക്രമം കാണിച്ചുകൊണ്ടിരുന്നു. ഉമ്മറത്തിരിക്കുന്ന ആനന്ദിലേക്ക് ഒരു വേള കണ്ണുകൾ നീണ്ടു. ഒരു 30 വയസ്സിനടുത്ത് പ്രായം തോന്നും ആൾക്ക്. നല്ല ഒത്ത പൊക്കവും അതിനു പാകമായ വണ്ണവുമുള്ള ശരീരം. അവളുടെ കൂടെ അയാളുടെ 2-3 കൂട്ടാളികളുമുണ്ട്. കയറിപ്പോരെ, അവനൊന്നും ചെയ്യില്ല ഞാൻ പറയുന്നത് വരെ. ആനന്ദ് മുരണ്ടുകൊണ്ട് കല്ലുവിനെ നോക്കി. അവൾ അല്പം വേഗത്തിൽ നടന്ന് അവൻ്റെ അടുത്തെത്തി. ഗൗരവം നിറഞ്ഞ ആനന്ദിൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് തന്നെയാണെന്ന് കണ്ടപ്പോൾ കല്ലുവിന് പിന്നെയും വെപ്രാളമായി. കല്ലു തിടുക്കത്തിൽ ബാഗ് തുറന്ന് കയ്യിലെ പണം അവനു നേരെ നീട്ടി. ഒന്നുകൂടെ അവളെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് അയാൾ പണം കയ്യിൽ വെച്ച് ഒന്ന് കനം നോക്കി. ഇത് മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ? അയാൾ അവളെ തിരിഞ്ഞു നോക്കി. ഇല്ല, മുഴുവൻ ഇല്ല. ബാക്കി ഞാൻ പെട്ടെന്ന് തന്നെ. നിർത്തടി. പണം എണ്ണി വെടിക്കുമ്പോൾ നിന്റെ തന്ത ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞ്. അയാൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. കല്ലു നിന്ന് വിറക്കാൻ തുടങ്ങി. ഹൃദയം മിടിച്ചുകൊണ്ടേയിരുന്നു. കൈസർ! അവൻ പേര് നീട്ടി വിളിച്ചപാടെ ഒരാൾ വന്ന് ആ നായയുടെ കൂട് തുറന്നു കൊടുത്തു. അത് വേഗത്തിൽ ഓടിവന്ന് ആനന്ദിൻ്റെ അടുത്തേക്കിരുന്നു. കല്ലുവിനെ നോക്കി പിന്നെയും കുരച്ചു. അയാൾ അതിൻ്റെ പുറത്ത് ഒന്ന് ഒഴിഞ്ഞു വിട്ടുകൊണ്ട് കല്ലുവിനെ ഒന്ന് നോക്കി. ദേ, ഇവനെ കണ്ടോ നീ? ഏതാ ഇനം എന്നറിയാവോ? പിറ്റ്ബുൾ. നല്ല കൂടിയ ഇനമാണ്. ഇവൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് തന്നെ വലിയ ചിലവാണ് കൊച്ചെ. ഇവന് വിശക്കുമ്പോൾ പണമില്ലാതെ ഞാൻ എന്ത് മേടിച്ചു കൊടുക്കാനാ കൊച്ചെ? അതിന് നിങ്ങളെപ്പോലെയുള്ളവർ മേടിച്ച പണം തിരിച്ചു തരണ്ടേ? അയാൾ ശാന്തമായി പറഞ്ഞു. കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത പോലെ. കല്ലുവിൻ്റെ കണ്ണുകൾ ആ നായയിൽ തന്നെയായിരുന്നു. അതിൻ്റെ വായിൽ നിന്നും ഒഴുകിയ കൊഴുത്ത ദ്രാവകം അവളിൽ അറപ്പുളവാക്കി.
പെട്ടെന്ന് തന്നെ ആനന്ദ് എഴുന്നേറ്റ് കല്ലുവിന് അഭിമുഖമായി നിന്നു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. ഇനിയും അടവുമായി വന്നാൽ ഒരു ദിവസം ഇവന് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ വെട്ടി നുറുക്കി അങ്ങ് ഇട്ടുകൊടുക്കും നിന്റെ അച്ഛനെ. ചിത ഒരുക്കാൻ അസ്ഥിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തരും. എൻ്റെ ഒരു ഔദാര്യമായിട്ട്. ഒരുത്തനും ചോദിക്കാൻ വരില്ല. അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആനന്ദ് ഒന്ന് ചിരിച്ചു. ആ സമയം കല്ലുവിന് മുന്നിൽ നിൽക്കുന്നത് ഒരു മൃഗമാണെന്ന് തോന്നി. മനുഷ്യമൃഗം. ഞാൻ പെട്ടെന്ന് തന്നു തീർക്കാം. അവൾ നിറകണ്ണുകളോടെ അവന് നേരെ കൈകൂപ്പി. ആനന്ദ് ആ കസേരയിലേക്ക് തന്നെ ഇരുന്നു. തന്നാൽ നിനക്ക് കൊള്ളാം. വെറുതെ എനിക്കും ഇവനും പണിയുണ്ടാക്കരുത്. അപമാനഭാരവും പേറി മടങ്ങുമ്പോൾ അവൾക്ക് കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. വീടെത്തിയതും കയ്യിലെ ബാഗ് താഴേക്ക് ഊർന്നു വീണു. അവൾ തിണ്ണയിൽ തകർന്നിരുന്നു പോയി. ഒന്ന് ചേർത്ത് പിടിക്കാനോ സമാധാനിപ്പിക്കാനോ ആരുമില്ലാതെ അവൾ മാത്രം അങ്ങനെ ഇരുന്നു. രാത്രി അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നി. ഒന്ന് പരിഹരിച്ചു കഴിയുമ്പോൾ അടുത്ത ഒന്ന്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി തനിക്ക് നേരെ കൂരമ്പുകൾ പോലെ തടഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി കല്ലുവിന്. എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു നിമിഷം ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നി. ഇല്ല, പേടിയാണ്. അതും ഭയമാണ് തനിക്ക്. ഒരു സമാധാനം കിട്ടാൻ നന്ദനോടെല്ലാം പറഞ്ഞു. പോവാൻ പറ ചേച്ചി. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുകയാണ് ആനന്ദ്. ഒന്നും ഉണ്ടാവില്ല. അവൻ ആനന്ദിൻ്റെ ഭീഷണിയെ പാടെ അവഗണിച്ചു. പക്ഷേ അങ്ങനെയൊക്കെ സമാധാനിപ്പിക്കുന്നതിനിടയിലും ആനന്ദിൻ്റെ കടം എങ്ങനെ വീട്ടുമെന്ന വ്യാകുലത നന്ദനിൽ ഞാൻ കണ്ടില്ല. അത് ഞാൻ നോക്കിക്കോളുമെന്ന് അച്ഛനെ പോലെ അവനും കരുതുന്നുണ്ടാകുമോ? ഹേയ്, ഒരിക്കലുമില്ല. അവൻ അച്ഛൻ്റെ പോലെ എന്നെ മാറ്റി നിർത്തില്ല. അതിനവന് കഴിയില്ല. അതുതന്നെ നിമിഷനേരം കൊണ്ട് സ്വന്തം ചിന്തകളെ തിരുത്തി. ആനന്ദിൻ്റെ ഭീഷണി അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞില്ല. അന്ന് അറക്കലേക്ക് പോകുമ്പോൾ ഉള്ളിൽ ഒരു തരം വീർപ്പുമുട്ടായിരുന്നു കല്ലുവിന്. എല്ലാ സങ്കടവും പറഞ്ഞ് ബീവിയുമ്മയുടെ മാറിലേക്കൊന്ന് ചായാൻ തോന്നിപ്പോയി കല്ലുവിന്. ബെല്ലടിച്ച് വാതിലിന് മുന്നിൽ നിന്ന് കൈവിരലുകൾ വെറുതെ പൊട്ടിച്ചു വിട്ടുകൊണ്ട് അങ്ങനെ നിന്നു. അതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ കല്ലു പതിയെ അങ്ങോട്ട് നോക്കി. ഇതുവരെ കാണാത്ത ഒരാൾ. ആദ്യം നോട്ടം എത്തിയത് ആ നീലമിഴികളിലായിരുന്നു. ഒരു പ്രത്യേക ഭംഗി തോന്നി ആ കണ്ണുകൾക്ക്. ആ കണ്ണിൽ നിറയെ ഞാൻ, കല്യാണി. പൊടുന്നനെ നോട്ടം മാറ്റിയപ്പോൾ ആൾ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കുന്നുണ്ട്. കൈകൾ കെട്ടി നിൽക്കുകയാണ്. എന്തു വേണം? അയാൾ ഒട്ടും നോട്ടം മാറ്റാതെ തന്നെ ചോദിച്ചു. അത് ഞാൻ ബീവിയുമ്മയെ. അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി. ബീവിയുമ്മയെ കൊടുക്കുന്നില്ല. ഹാജറുമ്മയുണ്ട്. അതിനെ തന്നെ എത്ര ക്യാഷ് കിട്ടും? അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു. കല്ലുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. പൊടുന്നനെ ഷാഫിക്ക ആ നിൽക്കുന്നവൻ്റെ തോളിലൊന്ന് തട്ടി. അമ്മയുടെ വെറുതെ പെങ്കൊച്ചിനെ വട്ടുകളിപ്പിക്കാതെ മാറി നിൽക്ക് ചെറുക്ക. അതതിൻ്റെ ജോലി നോക്കട്ടെ. ഇത് ഇവിടുത്തെ ആൾ തന്നെയാണ് കല്ലുമോളെ. നീ ഇങ്ങ് പോരെ. ഷാഫിക്ക അത്രയും പറഞ്ഞ് ഉള്ളിലോട്ട് പോയി. ഞാൻ പിന്നെയും നോക്കിയപ്പോൾ ആൾ മൊബൈലിലും നോക്കി നിൽക്കുകയാണ്. വാതിലിൽ നിന്നും ഒരടി മാറിയിട്ടില്ല. അതേ, ഞാൻ ആളെ ഒന്ന് വിളിച്ചു നോക്കി. അകത്തേക്കൊന്ന് കയറാൻ. എവിടെ? നോക്കുന്നു പോലുമില്ല. തുടരും. സൂര്യകാന്തി. കേൾക്കുന്നവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക് യു.